ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഒന്നാമത്തത്, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഉയർത്തുന്നൊരു ദൈവമുണ്ട്. രണ്ട്, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്താൻ ഒരു കാരണമുണ്ട്. മൂന്ന്, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്താൻ ഒരു സമയമുണ്ട്. നാല്, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്താൻ ഒരു സ്ഥലമുണ്ട്. ഈ നാല് കാര്യങ്ങളെ ഭംഗിയായി എന്നെനിക്ക് പറയാൻ പറ്റിയല്ല, കാരണം ഇനിയുള്ള സമയം കൊണ്ട് അത്രയും നമുക്ക് തെളിയിച്ചു കൊണ്ടുവരാൻ പറ്റിയല്ല. എങ്കിലും അസ്വസ്ഥരാകാതെ അശ്രദ്ധരാകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ നാല് കാര്യങ്ങളെ ഒരു 10 മിനിറ്റ് വീതമെങ്കിലും എടുത്ത് പറയണം. ഒരു അരമണിക്കൂർ വീതമെങ്കിലും പറഞ്ഞെങ്കിൽ ആ കാര്യത്തെ തൃപ്തിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് കണ്ടന്റ്, അത്രയ്ക്ക് ഉള്ളടക്കം അതിനകത്തുണ്ട്. എങ്കിലും ഒരു 10 മിനിറ്റ് വീതം എടുത്തെങ്കിലും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. ഒന്നോടെ ഞാൻ പറയാം, ഈ വാക്യം സമർത്ഥിക്കുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? കാലം മാറുമ്പോൾ നാട് മാറും, നാട് മാറുമ്പോൾ നമ്മളും മാറും. അതൊക്കെ ഒരു പൊതുവായ തത്വമാണ്, അല്ലേ? അങ്ങനെ കാലത്തിന്റെ മാറ്റം കൊണ്ട് നിനക്ക് ഒരു മാറ്റം വരുമെന്നല്ലല്ലോ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ നിങ്ങളെ ഉയർത്തുമെന്നല്ലേ, അല്ലാതെ നീ തന്നെ അങ്ങ് ഉയർന്നോളൂ എന്നല്ലല്ലോ. പിള്ളേരൊക്കെ വലുതാകട്ടെ. സാധാരണ നമ്മൾ ആശ്വസിക്കാറുണ്ട്. അവർ വന്ന് പറയും, എൻ്റെ പാസ്റ്ററെ 3 വട്ടം തീരുമാനിച്ച് ആത്മഹത്യ ചെയ്തേക്കാന്ന്, 3 വട്ടം തീരുമാനിച്ച് മരിച്ചേക്കാന്ന്. ഞങ്ങൾ പാസ്റ്റർമാരല്ലേ, എന്തോരം പേരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഈ ശ്രേഷ്ഠ ദൈവദാസന്മാർ കേൾക്കുന്നു. അപ്പൊ 3 വട്ടം തീരുമാനിച്ചു, സ്തോത്രം. പിന്നെ എന്തുകൊണ്ട് മനസ്സ്? അപ്പൊ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാം? എൻ്റെ പൊന്നു ബ്രദറെ, നിനക്ക് 2 ആൺപിള്ളേരല്ലേ? മൂത്തവനിപ്പോൾ 10-ലെത്തിയില്ലേ, മറ്റവനിപ്പോൾ 7-ലെത്തിയില്ലേ? 5-6 കൊല്ലോടെ കഴിയുമ്പോൾ അതുങ്ങൾ വളർന്നാൽ നിന്റെ കഷ്ടം തീരും. ഉപദേശിയാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന സുവിശേഷ, സ്തോത്രം, മനസ്സിലായോ? അതുങ്ങൾ വളർന്ന് എവിടെയെങ്കിലും, ഇപ്പോഴത്തെ കാലമല്ലേ, എങ്ങനെയെങ്കിലും പഠിപ്പിച്ച്, സ്തോത്രം, പെങ്കൊച്ചുങ്ങളാണെങ്കിൽ പോലും നേഴ്സിംഗ് പഠിപ്പിച്ചാലും കൊണ്ടോക്കൂടാ വല്ലവരും ആരെങ്കിലും ഏത് സ്ഥലത്ത് എത്തിക്കോളൂ. അവിടെ വെച്ച് അങ്ങനെയാണോ ഈ വാക്യം? നിന്റെ കൊച്ചു വളർന്ന് നേഴ്സായിട്ട് UK പോയിട്ട് കഷ്ടം തീരുമെന്നാണോ? സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ചെറുക്കം വളർന്ന് നിന്റെ കടം തീർക്കുമെന്നാണോ? അല്ല. നിന്റെ മോന്റെയും മോളുടെയും നിന്റെ നാട്ടുകാരുടെ നീ വെച്ചിരിക്കുന്ന റബ്ബറിന്റെ മാവിന്റെ ഒന്നും കണക്ക് ഇവിടെ ഇല്ല. നീ ദൈവത്തെ വിശ്വസിച്ചാൽ സ്വർഗം പറയുന്നു, നിനക്ക് 1/2 സെന്റ് ഭൂമിയെ ഉള്ളെങ്കിലും ദൈവം നിന്നെ ഉയർത്തും. ദൈവം ഉയർത്തും. ആരും സഹായിക്കാനില്ലെങ്കിലും, ഒരു ബാങ്കുകാരൻ ലോൺ തരത്തില്ലെങ്കിലും, അയലക്കത്തുകാരൻ വായ്പ പോലും ചോദിച്ചാൽ തരില്ലെങ്കിലും, ഒരുപക്ഷെ ഇച്ചിരൂടെ കടത്തി പറയുക, നിന്റെ കൂട്ടായ്മയ്ക്കകത്തുള്ളവര് പോലും നിന്നെ വല്ലാത്തൊരു കണ്ണുകൊണ്ട് കണ്ടാലും എന്റെ ദൈവം പറയുന്നത് അനുസരിച്ച് നിന്നാൽ, ഇവിടത്തെ നാട്ടുകാരല്ല, ഇവിടത്തെ സൊസൈറ്റിക്കാരല്ല, ഇവിടത്തെ ആതുര സേവന സംഘടനകളല്ല, പിന്നെയോ ഉയരത്തിലൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഉയർത്തുമെന്നാണ് ഈ വാക്യം സമർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളെല്ലാം ഇന്ന് രാത്രിക്കാലം ഒരുപാട് പേരുടെ പുറകിലായി പോയി. കൂടപ്പുറപ്പുകളെയും പ്രിയപ്പെട്ടവരെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരെക്കാളും പിന്നിലായി എന്നുള്ള നിരാശ കൊണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു, വേഗം ദൈവത്തെ വിശ്വസിക്ക്, ഈ കർത്താവിനെ തിരിച്ചറിയ്, ഈ രക്ഷകനെ മനസ്സിലാക്ക്. അനുഭവസ്ഥൻ ഇവിടെ സാക്ഷ്യം പറയുന്നു. മീൻ പിടിച്ച് നടന്നവർ, ഒന്നും പിടിക്കാതെ അനേക രാത്രികളിൽ മനസ്സുരുകിയവർ, നാട്ടുകാരുടെ നടുവിൽ വെറും മീൻകാരനായിരുന്നവർ, അവൻ സാക്ഷ്യം പറയുന്നു, ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകത്തിന്റെ തത്വത്തിൽ ഒരുപാട് വിഷയങ്ങൾ ബൈബിളിനകത്തുണ്ട്. മൊത്തത്തിൽ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, യൂത്ത് മീറ്റിങ്ങിൽ പിള്ളേരോടൊക്കെ സൺഡേ സ്കൂളിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ്, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അമ്മയും അപ്പനെയും ഒക്കെ വിട്ട് കേരളത്തിൽ നിന്ന്, കോന്നിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വലിയ ഹൈദരാബാദിലോ സ്തോത്രം, അല്ലെങ്കിൽ ബാംഗ്ലൂരോ, വേണ്ട കുറച്ചുകൂടെ സ്തോത്രം വലിയ UK-ലൊക്കെ ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ, അങ്ങനെ പഠിക്കാൻ വേണ്ടി പോയി. നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ നിങ്ങൾ ഭക്തി
കൊതിയോടെ വളർത്തിയത് കൊണ്ട് ബൈബിൾ കൊണ്ടുപോയി. നിങ്ങൾ ഒരു റൂമിൽ സ്തോത്രം അവിടെ ഹോസ്റ്റലിലൂടെ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം പല രാജ്യത്തു നിന്നോ പല നാട്ടിൽ നിന്നോ വന്ന പിള്ളേരുടെ കൂടെ ഒരുമിച്ച് റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എപ്പോഴും കർത്താവിനെ വിളിച്ചോണ്ട് നടക്കുന്നു. നിന്നിൽ എന്തോ പ്രത്യേകത കണ്ടു. ഒരു ദിവസം നിന്റെ റൂംമേറ്റ്സിൽ 2 പേര് നിന്നോട് ചോദിക്കുകയാണ്, നീ എപ്പോഴും ഇങ്ങനെ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, നിന്റെ ദൈവം ആരാണ്? നിന്റെ ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തോ പറയും? ചോദ്യത്തിന് മറുപടി കാലി കൂട്ടി പറഞ്ഞതാണെന്നോ നക്ഷത്രം തൂക്കിയെന്നൊന്നും അല്ല പറയേണ്ടത്. അവർ ചോദിച്ചത് ഒന്നാം തരം ചോദ്യമാണ്. അതിന് പിള്ളേരെ പറയേണ്ട ഉപദേശിമാരടക്കം കേട്ടോളണം. ആരെങ്കിലും ചോദിച്ചാൽ എന്നോ പറയും. നിങ്ങൾ ഈ മൈക്ക് വെച്ചുവെട്ടി പറയുന്ന ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്താണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ? നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഇപ്പോഴാ നമ്മളെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ചോദിച്ചു നോക്കിയേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരെങ്കിലും വന്ന് ചോദിക്കട്ടെ, സുവിശേഷത്തിന് എൻട്രി ഉണ്ടാകട്ടെ. നീ ഉടക്കാൻ വരുവാണെങ്കിലും ചോദിക്കട്ടെ, എടാ ഞങ്ങൾക്കൊക്കെ ദൈവമല്ലേ, നിനക്ക് മാത്രമേ ദൈവമുള്ളൂ, നിന്റെ ദൈവത്തിന് എന്നാ പ്രത്യേകത എന്നൊരു ചോദ്യം അങ്ങ് ഇടട്ടെ. അങ്ങനെ ഇട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? പിന്നെ അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങാലും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ബൈബിൾ പറയുന്നു സൽഗുണങ്ങളുള്ള ദൈവം അല്ലേ? ഈ പത്രോസ് തന്നെ എഴുതിയിരിക്കുന്നത് എന്താ? നമ്മളെ വിളിച്ചത് തന്നെ സ്തോത്രം ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. ഇങ്ങനല്ലേ ഇദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്? നിന്നെ വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നീ പോകുന്ന വഴിക്ക് നിന്റെ ദൈവത്തിന് എന്തെങ്കിലും ഗുണം നീ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഗുണം നീ മറ്റുള്ളവരോട് പറയണം. അപ്പൻ മക്കളോട് പറയണം, അമ്മ മക്കളോട് പറയണം, കഴിഞ്ഞ 40 കൊല്ലമായി 28 കൊല്ലമായി എനിക്ക് ദൈവത്തെ അറിയാം. ഒന്നുമില്ലാത്ത കാലത്ത് നിനക്ക് കയറി കിടക്കാൻ വീടെങ്കിലും ഉണ്ടല്ലോ, സ്തോത്രം, നിനക്ക് വിരിച്ചു തരാൻ ബെഡും ബെഡ്ഷീറ്റും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചാണകം മെഴുകിയ തറയിൽ പാമ്പും കൂട്ടിനകത്ത് സ്തോത്രം ഹല്ലേലൂയ ചുമ്മാ മണ്ണ് വാരി വകഞ്ഞു വെച്ച് മഴ പെയ്ത വെള്ളം കുത്തി വലിച്ച് അകത്ത് വരുന്ന തറയിൽ പനമ്പ് വിരിച്ചു കിടന്ന കാലത്ത് അന്ന് കണ്ടെത്തിയ ദൈവം, ആ ദൈവത്തിന്റെ ഗുണങ്ങൾ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരത്തില്ല. അതെന്നാ പറയാത്തത്? പിള്ളേരോടെങ്കിലും പറയണ്ടേ? അത് വീട്ടിൽ പിള്ളേരോടെങ്കിലും പറയണ്ടേ? വേദപുസ്തകത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് അത്ര രാജകീയ പൗരോഹിത്യം തന്നിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നത്, അത്ര പദവി തന്നത് ദൈവത്തെ കുറിച്ച് പറയാനൊന്നും അല്ല, അതിനും അപ്പുറം ദൈവത്തിന്റെ സൽഗുണങ്ങളെ കുറിച്ച്. അതിനർത്ഥം ഒരുപാട് സൽഗുണമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അതെങ്കിലും നമ്മൾ ഇന്ന് രാത്രി ഒന്ന് തിരിച്ചറിയണം. ഒത്തിരി സൽഗുണങ്ങൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? തൊട്ടതിനും പിടിച്ചതിനെല്ലാം വലിയ ചൂരവടിയും കൊണ്ടിരുന്നിട്ട് പറഞ്ഞത് ഒത്തില്ല, ഉടുത്തത് ഒത്തില്ല, സ്വോത്രം പറഞ്ഞത് ഒത്തില്ല, തുണി ഉടുത്തത് ഒത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും തല്ലാനിരിക്കുന്നവനാണോ ദൈവം? നിങ്ങൾ ഇരിപ്പോണ്ടിട്ട് അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെയാണോ? സത്യമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഓർക്കുന്നു. ഞാൻ എൻ്റെ പശ്ചാത്തലം ഓർക്കുന്നു. ഞാൻ അടിസ്ഥാനപരമായിട്ട് എറണാകുളം സ്വദേശിയാണ്. ഇപ്പം ഞാൻ വെണ്ണിക്കുളത്ത് താമസിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അപ്പോൾ സ്തോത്രം, എൻ്റെ സാക്ഷിയൊക്കെ ചിലപ്പോഴൊക്കെ മീഡിയയിലൊക്കെ പല നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ ഗതികെട്ട് കുടുംബമായിരുന്നു. അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യം. സ്തോത്രം, ഈ പറഞ്ഞ ഒരു ഓലപ്പരയ്ക്കകത്ത് കിടന്ന് വളർന്ന സമയം ഞാനും എൻ്റെ അനിയനും നിങ്ങൾക്കറിയാം പാസ്റ്റർ അജിയമ്മ, ഞങ്ങൾ 2 പേരും ഉള്ളൂ. ഞങ്ങളൊരു ബന്ധു വീട്ടിൽ പോയതായിട്ടോ അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗതികെട്ട് എല്ലാവരും എന്തൊക്കെയോ, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്, ആരും കുറ്റം പറയുന്നില്ല. അപ്പൻ കുടിച്ചും ജീവിച്ചൊക്കെ എൻ്റെ പേരിൽ ഒരു അസംതൃപ്തരായിരുന്നു ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അപ്പന് ജീവിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങളെ ഒട്ട് ഒരു ബന്ധു വീട്ടിലേക്ക് വിടത്തുമില്ലായിരുന്നു, ഞങ്ങളെ ആരും അങ്ങനെ സ്വീകരിക്കൂല. അതുകൊണ്ട് അപ്പൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾ വളർന്നു വന്നതൊക്കെ ഇപ്പൊ ദൈവത്തിന്റെ കൃപ കൊണ്ട് കർത്താവ് കടം തീർക്കുന്നത് ആണ്ടിൽ 2-3 പ്രാവശ്യമൊക്കെ ഇപ്പൊ ഞങ്ങളെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് വിടും. സ്തോത്രം, മനസ്സിലായോ? അപ്പന്റെ അമ്മയുടെ വീട്ടിലൊന്നും പോയി ഞങ്ങൾ ഒരു വെക്കേഷൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ആണ്ടിൽ 2-3 പ്രാവശ്യം ഒരാഴ്ചയൊക്കെ എവിടെയെങ്കിലും ദുബായിലോ സ്തോത്രം UK കൊണ്ടുപോയും ബന്ധുക്കളെക്കാൾ സുന്ദരമായി സ്തോത്രം കരുതി സൂക്ഷിച്ച് പോരാൻ നേരത്ത് ഒരു പെട്ടി നിറച്ച് സാധനവും മേടിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി 2 കവളയിൽ ഉമ്മ തന്ന് കയറ്റിവിടുന്ന എത്രയോ പേര്. ജീസസ്, ഹല്ലേലൂയ.
ഞാനൊരു സരസമായ രീതി പറഞ്ഞു പോയതാ. പക്ഷേ സത്യം മനസ്സിൽ ഗ്രഹിച്ചപ്പോൾ നന്ദി പറയാതിരിക്കാൻ പറ്റിയല്ല. ഞാൻ നിങ്ങളോടും പറയാം, ഈ കർത്താവിന്റെ പക്ഷത്ത് നിന്ന് അവിശ്വസ്തത കാണിക്കാതിരുന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. സ്തോത്രം. നിന്നെ ദൈവം മാനിക്കാതിരിക്കുകയല്ല. കർത്താവ് ആരെ കൊണ്ട് മാനിക്കണം എന്നൊക്കെ ദൈവം നിശ്ചയിച്ചോളും. ദൈവം അതിന് വിശ്വസ്തനാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പഴയ വീട്ടിൽ കിടക്കുമ്പോൾ ഞാനും അനിയനും വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തെങ്കിലും കാര്യത്തിനകത്ത് സ്തോത്രം ഒന്ന് ഏതെങ്കിലും കാര്യത്തിൽ ഇച്ചിരി ഉറക്കെ ചിരിച്ചു പോയാൽ, ഞങ്ങളുടെ വീട്ടിൽ സത്യമാണ് ഈ പറയുന്നത് കേട്ടോ, ഒന്ന് സ്തോത്രം എന്തെങ്കിലും കാര്യത്തിനകത്ത് തമാശ ഒന്നും പറയാൻ അന്നില്ല. എന്നത്തെ പോലത്തെ മീഡിയ ഒന്നുമില്ലല്ലോ, നമുക്കങ്ങനെ അറിയില്ല. ബാലരമ പോലെ നമ്മൾ വായിക്കാറില്ല, കിട്ടാറില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. സ്തോത്രം എന്തെങ്കിലും പറഞ്ഞത് ഉറക്കെ ചിരിച്ചു പോയാൽ എൻ്റെ അമ്മ അനവധി പ്രാവശ്യം പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അമ്മ പറയും, മിണ്ടാതിരടാ, ദൈവം കോപിക്കും. സത്യമാ ഞാൻ ഈ പറയുന്നത്. അപ്പൊ വീട്ടിൽ ഇച്ചിരി അധികം തുറന്ന് ചിരിച്ചാൽ പോലും എന്റെ പാവ അമ്മയുടെ മനസ്സിനകത്ത് കിടന്നത് ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ്. ഒത്തിരി സന്തോഷിച്ചാൽ നിങ്ങൾ തന്നെ പറയാറില്ലേ, സാധാരണ ഇപ്പോഴും കോന്നിക്കാര് പറയാറുണ്ടോ എന്നറിയില്ല, പറയും ഇന്ന് ഒരുപാട് ചിരിക്കുന്നുണ്ട്, ഏതാണ്ടും കരയാനാന്നാ തോന്നുന്നത്. പറയാറില്ലേ? എന്നാ വർത്താനം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി പോളിസി? സത്യത്തിൽ നമ്മുടെ അകത്ത് കിടക്കുന്നപ്പോ എന്റെ അമ്മ പറയായിരുന്നു, ഉറക്ക ചിരിച്ചാൽ എന്നാ കണ്ടിട്ടാടാ ചിരിക്കുന്നത്, ദൈവം കോപിക്കൂടാ, മിണ്ടാതിരിടാ. ഇനി അതും പോട്ടെ, നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കൺസെപ്റ്റാ ഞാൻ പറയുന്നത് കേട്ടോ. സ്തോത്രം. ഇതൊക്കെ ഒരു ഭാഗം ശരിയായിരിക്കും, പക്ഷെ ദൈവത്തെ കുറിച്ച് നമ്മൾ എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗം സ്തോത്രങ്ങൾ ഓർത്തെ, നമ്മളിപ്പോ ഒരാളോട് കയറി അങ്ങോട്ട് എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങോട്ട് വന്നു നമ്മളെ അങ്ങ് അസ്വസ്ഥമാക്കി, നമുക്ക് തിരിച്ചു പറയാം, നമുക്ക് വാച്ചാതിരി അത്രയില്ലായിരുന്നു, നമ്മളെ അങ്ങ് ഒതുക്കുക. താനാണോടോ പ്രസംഗിക്കുന്നവൻ, സ്തോത്രം, താനാണോ വെള്ളക്കുപ്പായിട്ട് നടക്കുന്നതൊക്കെ ചോദിച്ചു നമുക്ക് തിരിച്ചൊന്നും പറയാനില്ല. നമുക്കങ്ങ് സങ്കടം വന്നു, നമ്മുടെ ഭാഗത്ത് വരമ്പോ. പക്ഷെ നമുക്ക് പറയും, തൊണ്ണയിൽ ശബ്ദം പോലും വരില്ല. അങ്ങനെ വരുമ്പോൾ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? നിന്നോടൊക്കെ ദൈവം ചോദിച്ചോടൂടാ. ഉത്തരം മുട്ടുമ്പോ അവസാനം വെച്ച് കാച്ചുന്നല്ലേ. അപ്പൊ ഈ വാക്കുകളിൽ നിന്നെല്ലാം നമ്മൾ എന്താ അവതരിപ്പിക്കുന്നേ? ദൈവത്തിന്റെ പ്രധാന പരിപാടി. ദൈവം അങ്ങനെ കത്തിയും തേച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ പറഞ്ഞ പോലെ ചോദിക്കാൻ, ഉറക്ക ചിരിച്ചാൽ കുത്താൻ. വാസ്തവത്തിൽ ഞാൻ ഈ കുമ്പനാട്ട് പഠിക്കാൻ വന്നതിന് ശേഷമൊക്കെയാണ് ഈ ദൈവം അനുഗ്രഹിക്കൂന്ന് പോലും ശരിക്കും കാത് തുറന്ന് കേട്ടത്. ഞങ്ങളുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന ഒരു ചുരുക്കമായിരുന്നു. മിക്കവാറും പേരെല്ലാം സ്തോത്രം ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം മറ്റു പല രീതിയിലായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പത്രോസ് പറയുന്നു, കാര്യം ശരിയാണ്. സ്തോത്രം. ഇതിനകത്ത് കയറിയിട്ട് വേണ്ടാധീനം കാണിച്ചാൽ ദൈവം തമ്പുരാൻ അതിൻ്റെതായ നടപടിയെടുക്കും. പക്ഷെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ഇങ്ങനെ ബൈനോക്കുലറും വെച്ച് ക്യാമറയും വെച്ചോണ്ട് ആരെങ്കിലും സ്തോത്രം ഈ വക കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നവനല്ല. പിന്നെ ദൈവത്തിന്റെ പ്രധാന പരിപാടി ആരെങ്കിലും ഒരുത്തരെ ഇണങ്ങി കിട്ടിയാൽ അവനെ ഉയർത്തിയിട്ട് ഞാൻ ദൈവമാണെന്ന് അവനിലൂടെ വെളിപ്പെടുത്താൻ കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം. സുവിശേഷത്തിന്റെ കാതലായ സർവശക്തനായ ദൈവം അവൻ മുടക്കിയതെല്ലാം മനുഷ്യനെ തകർക്കാനല്ല, ഉയർത്താനാണ്. ദൈവം മനുഷ്യരാശിക്ക് വേണ്ടി മുടക്കിയ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കില്ല. അത് മറ്റൊന്നുമല്ല, തന്റെ ഏകജാതനായ പുത്രനെയും അവന്റെ ചങ്കിലെ ചോരയെയും അവന്റെ ജീവനെയുമാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം മുടക്കിയ ഏറ്റവും വലിയ മുതൽ മുടക്ക്. നിങ്ങൾ ദൈവത്തോട് ചോദിക്ക്, എന്തിനാണ് ഈ പുത്രനെ ഇവിടെ തകർത്തത്? ഒറ്റ മറുപടിയുള്ളൂ, ഏതെങ്കിലും വിധത്തിൽ ശപിക്കപ്പെട്ട മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരുവാൻ എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഈ രാത്രി നിങ്ങൾ ഇനി ഇവിടെ പിശാചാന്നോ വെല്ലുപ്പന്റെ ശാപാന്നോ സ്തോത്രം, നിങ്ങൾക്ക് ഇനി കൂടോത്ര എന്ത് പറഞ്ഞാലും നിങ്ങൾ രക്ഷപ്പെടിയല്ല ഇനി. കാരണം ഇന്ന് രാത്രി നിങ്ങൾ സത്യം കേൾക്കുക. നിന്നെ ഇവിടെ നിന്നുകൊണ്ട് ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനെ വിളിച്ചോണ്ട് വന്ന് തലയോട്ടി കൂടോത്രം ചെയ്താലും നിന്നെ ഉയർത്താനുള്ള പണി ദൈവം ചെയ്തു വെച്ചിരിക്കുമ്പോൾ
നീ അത് വിശ്വസിക്കാതെ മറ്റേത് വിശ്വസിച്ചാൽ ദൈവമല്ല ഉത്തരവാദി. ഇന്ന് രാത്രി നീ ദൈവത്തെ വിശ്വസിക്ക, ദൈവത്തെ വിശ്വസിക്ക. ഇതൊന്നും ഫലിക്കാതിരിക്കാന് ഞാൻ എന്റെ പുത്രനെ തന്നത്, ഇതൊന്നും ഫലിക്കാതിരിക്കാന് ഞാൻ എന്റെ ചോര തന്നത്. ഇന്ന് രാത്രി വചനം ചിലതിനെ കീഴ്പ്പെടുത്തട്ടെ. ചില ചിന്താഗതികള്, ചില ഭാരങ്ങള്, ചില തോന്നലുകള് ഇന്ന് രാത്രി ദൈവ വചനം കീഴ്പ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കുക. സംഭവമൊക്കെ ശരിയാ, കൊടരായ്മ കാണിച്ചാൽ ദൈവം അടിക്കും, ബാലശിക്ഷയൊക്കെ ഉണ്ട്. ദൈവം ഇതൊക്കെ മുടക്കിയത് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നെ എന്തിനാ? എങ്ങനെയെങ്കിലും നമ്മൾ ഉയർന്നു വരണം. സ്വത്രം മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി കൊണ്ടും ഞങ്ങളുടെ കഴിവുകൊണ്ടും പ്രവർത്തിച്ചാൽ ആത്മാക്കൾ വിടിവിക്കപ്പെടുകയല്ല, ശുശ്രൂഷ ഫലിക്കുകയല്ല. അതറിയാവുന്ന ദൈവം തന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്നു, നമുക്ക് തന്നു. എന്തിനാ? നിന്റെ ശുശ്രൂഷ വിജയിക്കാൻ. സ്തോത്രം. നീ ലജ്ജിച്ചു പോകാതിരിക്കാൻ, നീ കൈവച്ച വിടുതലുണ്ടാകാൻ, നീ ഒരുത്തനെ കയറി പിടിച്ചാൽ അവനെ എഴുന്നേറ്റ് പോരാൻ. ഇതെല്ലാം ദൈവം തന്നത് എന്നെയും നിങ്ങളെ ഉയർത്താനാണ്, ചിലരെ ഉയർത്തിക്കൊണ്ട് വരാനാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. രാത്രി ദൈവാത്മാവ് ഈ നാട്ടിൽ സത്യം വെളിപ്പെടുത്തുകയാ. കർത്താവ് പറയുന്നു, കോന്നിയുടെ മണ്ണിൽ ആനകുത്തി സ്വർഗം പറയുന്നു, ചിലരെ എനിക്ക് ഉയർത്താനുണ്ട്. ഈ നാട്ടിൽ ഇനിയും ചിലരെ ഉയർത്താനുണ്ട്. അവരുടെ പാപം കഴുകണം, അവരെ വീണ്ടെടുക്കണം, അവരെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിക്കണം, അവരെ സത്യാരാധനക്കാരാക്കി മാറ്റണം. അതിന് ദൈവം ആരെയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുക. അതിന് വിധേയപ്പെടാൻ ആര് തയ്യാറാകുന്നു അവരെ ദൈവം ആദരിച്ചിരിക്കും. Holy Spirit. Hallelujah. കർത്താവേ മഹത്വം. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിടട്ടെ. ബൈബിൾ മുഴുവൻ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനെ ഓരോന്നും തെളിവിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതൊരു മാസയോഗമല്ല, കൺവെൻഷൻ ആണെന്നറിയാം. അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കൈയടിപ്പിച്ച് സമയം തീർക്കാൻ ഞാൻ സ്തോത്രം താല്പര്യപ്പെടുന്നില്ല. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഏതൊക്കെ വാക്കുകളാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, സ്തോത്രം, ഈ നാട്ടിലെ പല ദേവസങ്കല്പങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വഴിപാടുകൾ പോലും മറ്റുള്ളവരെ തകർക്കാനും താഴ്ത്താനും മുടിക്കാനുമായിരിക്കാം. ഞാൻ പറയുന്നത് ശരിയല്ലേ? സ്തോത്രം. പല വഴിപാടുകളും നേർച്ചകളും പോലും അത് സ്വീകരിച്ചിട്ട് മറ്റുള്ളവരെ തകർക്കാൻ പറ്റിയ സങ്കല്പമൂർത്തികൾ ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷെ ദൈവസഭ എന്ന സ്ഥാപനം സർവശക്തനായ ദൈവം ഈ മണ്ണിൽ തുറന്നത്, നീ ഇവിടെ ഒരു കെട്ട് കാശും കൊണ്ട് വന്നിട്ട് ഈ സഭയ്ക്കകത്തുള്ള ദൈവത്തോട് ഇന്നവനെ തകർത്തു തരാൻ പറഞ്ഞാൽ കർത്താവ് പറയും കാശ് കൊണ്ട് ഇറങ്ങി പോടാന്ന്. കാരണം മറ്റൊരുത്തിനെ മുടിക്കാൻ തുടങ്ങിയ സ്ഥാപനമല്ല സഭ. ചിലര് രക്ഷപ്പെടണം, ചിലര് വിടുവിക്കപ്പെടണം, ചിലരുടെ കണ്ണുനീര് തോരണം, ചിലർ സമാധാനത്തോടെ കിടന്നുറങ്ങണം, ചിലരുടെ ആയുസ് കൂടണം, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം, അവരങ്ങ് സ്വർഗത്തിലെത്തണം. അതിന് തുറന്ന സ്ഥാപനമാണ് സഭ. ദൈവത്തിന്റെ സകല കൃപാവരങ്ങളും മനുഷ്യനെ ഉയർത്താനാണ്. ആണോ അല്ലയോ? സ്തോത്രം, ഹല്ലേലൂയ. ഒരുത്തനെ പ്രാർത്ഥിച്ചു മുടിക്കാനും തകർക്കാനൊന്നും ഒരു കൃപാവരവും ഞാൻ ബൈബിളിൽ കണ്ടിട്ടില്ല. എല്ലാം അവനെ ആശ്വസിപ്പിക്കാൻ, സമാധാനിപ്പിക്കാൻ, സത്യം ഗ്രഹിപ്പിക്കാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആവേശം തീർന്നില്ലെങ്കിലും ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യുക. ആ ഭാഗം ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്,
ഉണ്ട്. പിള്ളേരടക്കം, എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന മക്കളടക്കം എന്തൊക്കെ വിഷയം ജീവിതത്തിൽ നേരിട്ടാലും ഈ വാക്യം നിങ്ങൾ മറക്കരുത്. ഇവിടെ നിന്ന് പഠിക്കാനൊക്കെ വേണ്ടി എവിടെ ചെന്നാലും നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നിയാലും, ഒരുപക്ഷെ വിവാഹിതയായി ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ എന്ത് തോന്നിയാലും അവിടെ നീ മറക്കരുത്, ഉയർത്തുന്ന ദൈവമുണ്ട്. മനുഷ്യൻ മുഴുവൻ ചവിട്ടി ഒതുക്കാൻ നോക്കിയാലും അവരുടെ ഇടയിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചോ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കപ്പുറം നിന്നെ ദൈവം ഉയർത്തിയിരിക്കും. ഈ ദൈവത്തെ പിൻപറ്റിയവരെ ആരെയും ദൈവം നാണം കെടുത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഉയർത്താൻ ഒരു കാരണമുണ്ട്. ചുമ്മാ ഒരുത്തിനെ അങ്ങ് ഉയർത്തും എന്ന് പറയുന്നത് കാരണമുണ്ട്. അതും വിശാലമായ ചിന്തയാണ്. പക്ഷേ ഞാൻ സമയപരിധിക്കുള്ളിൽ ചുരുക്കണമല്ലോ. ഉയർത്താനുള്ള കാരണം വാസ്തവത്തിൽ 6-ാം വാക്യം മൊത്തം തപ്പിയാ കിട്ടിയല്ല. 6-ാം വാക്യം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞോണ്ടാ? 6-ാം വാക്യം ആരംഭിക്കുന്നത് എന്ത് പറഞ്ഞോണ്ടാ? അതുകൊണ്ടെന്നൊരു വാക്ക്. അങ്ങനെ ഒരു വാക്ക് കണ്ടാൽ ഭാഷ അറിയാവുന്നവരെന്ത് വിചാരിക്കണം? അതിന്റെ പുറകിൽ എന്തോ റീസൺ ഉണ്ട്. ആ റീസൺ അതുകൊണ്ട്. അപ്പൊ അതിന്റെ പുറകിലെ വിഷയം ആ വാക്യവുമായിട്ട് ഈ വാക്യം കണക്റ്റഡ് ആണ്. അപ്പൊ അതറിയണമെങ്കിൽ, അതുകൊണ്ട് എന്ന വാക്കിന്റെ രഹസ്യം അറിയണമെങ്കിൽ 5-ാം വാക്യം തീരുന്നത് ഇങ്ങനെയാണ്: താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഓക്കെ, സ്തോത്രം. ആ വാക്കാണ് അവിടെ ഓരോ ഭാഗമായിട്ട് തിരിച്ചിരിക്കുക. ആ വാക്ക് പറയുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് ഉയർത്തേണ്ടതിന്. അപ്പൊ ഉയർത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. നമ്മൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു. നമ്മുടെ അപ്പൻ സ്തോത്രം മാന്യനായിരുന്നു, നമ്മുടെ വല്യപ്പച്ചൻ ദോഷം ചെയ്തവനായിരുന്നോ, പിടിച്ചുപറിക്കാരനായിരുന്നോ, ഏതെങ്കിലും, ഇതൊന്നുമല്ല. ദൈവം തമ്പുരാൻ ഒരുവനോട് കൃപ തോന്നിയാൽ ആ കൃപയാണ് ഒരുത്തനെ ഉയർത്തുന്നത്. ഇത് പറയുന്നയാള് പത്രോസാന്ന് ഓർത്തോളണം കേട്ടോ. ഇദ്ദേഹത്തിന്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ അത് പറഞ്ഞാണ്ട് ഈ സന്ദേശം തുടങ്ങിയത്. പത്രോസ് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെട്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, മാതൃഭാഷ പോലും മര്യാദയ്ക്ക് പറയാൻ അറിയില്ലായിരിക്കാം, നിങ്ങളൊരു അപരിഷ്കൃത സമൂഹത്തിൽ ജനിച്ചു വളർന്ന ആളായിരിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഞങ്ങളുടെ നാട് അങ്ങനത്തെ ഒരു കോളനി പ്രദേശം പോലത്തെ പ്രദേശമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പനും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുകയായിരുന്നു. എൻ്റെ ഓർമ്മയിലുണ്ട്. സ്തോത്രം. ഇന്ന് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന അറിയില്ല. ഞാൻ നാട് വിട്ടിട്ട് 10-32 വർഷമായി. എൻ്റെ ഓർമ്മയിൽ, എൻ്റെ പ്രായത്തിൽ രാവിലെ ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പോലത്തെ എൻ്റെ ഓർമ്മയിൽ ഒരു 3-4 ചേച്ചിമാര് കാജാവീടി വലിക്കുമായിരുന്നു. റോട്ടിൽ കൂടെ നടന്ന് രാവിലെ എഴുന്നേറ്റ് കാജാവീടിയും വലിച്ചുകൊണ്ട് രാവിലെ പണിക്ക് പോകുന്ന ചേച്ചിമാരെ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. പേര് പറയുന്നത് ശരിയല്ലെന്ന് ഓർത്ത പേര് പറയാത്ത അങ്ങനത്തെ നാടായിരുന്നു. ചുമ്മാ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് ബീഡി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മേടിച്ച് വലിക്കുന്ന ചേച്ചിമാർ. കോന്നിക്കാർക്ക് ചിന്തിക്കാമോ? രഹസ്യത്തിൽ വലിക്കുന്നുണ്ടോന്ന് അറിയാല്ല, പക്ഷെ റോട്ടിൽ വലിക്കുന്നുണ്ടാവില്ല. ക്ഷമിച്ചേരെ. അപ്പൊ അങ്ങനെ ഒരു നാടായിരുന്നു. അപ്പൊ പിന്നെ പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ? അപ്പൊ ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഒരുവനെ ദൈവം മാറ്റാൻ ഉപയോഗിക്കുന്നത് കൃപയാണ്. കൃപ. ആ കൃപ ദൈവം റിലീസ് ചെയ്യാൻ തുടങ്ങി 2000 വർഷമായി. അതുകൊണ്ട് നിന്റെ കയ്യിൽ പണമുണ്ടോ, നിന്നെ സഹായിക്കാൻ ആളുണ്ടോ, സ്തോത്രം, നിനക്ക് വായ്പ തരാനാ, ഇതൊന്നും നോക്കണ്ട. കൊച്ചുങ്ങളുടെ അഡ്മിഷൻ എടുക്കാനുള്ള നേരത്താണെങ്കിൽ പോലും നീ ദൈവത്തെ വിശ്വസിച്ചിട്ട് പറയണം, ദൈവം കൃപ ചെയ്താൽ ഇതൊക്കെ നടക്കും. കർത്താവിന് നിന്നോട് കൃപ തോന്നിയാൽ നിന്റെ തലമുറ എവിടെ എത്തിക്കുമെന്ന് പറയാൻ പറ്റുമോ? നിന്റെ സന്തതിയെ, നിന്നെ സർവശക്തരായ ദൈവത്തിന് കൃപ തോന്നിയാൽ. അതുകൊണ്ട് പ്രാർത്ഥിക്കും മക്കളെ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ അധികം ഫോക്കസ് ചെയ്യുക. ഇത് കേൾക്കാൻ ഈ പരീക്ഷാ മാസത്തിലാണെങ്കിലും നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ ഇത് കേൾക്കാൻ തയ്യാറായാൽ സർവശക്തന്റെ കൃപ ലഭിച്ചാൽ നിന്റെ ജീവിതം മാറിക്കിട്ടും. പറഞ്ഞല്ലോ, ഒരുത്തിന് കൃപ ലഭിച്ചാൽ ദൈവം തമ്പുരാൻ അവനെ മാനിക്കുന്ന രീതി, എന്റെ പശ്ചാത്തലങ്ങൾ. ഞാൻ അതിന് ഈ പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളൊരു വാക്യം വായിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. 10:2. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. 12 അപ്പോസ്തലന്മാരുടെ പേരാവിത്. ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശീമോൻ, അടുത്തത് അവന്റെ സഹോദരൻ അന്ത്രയാസ്,
സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ. മതി 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 മതി. സ്തോത്രം. മൈക്ക് ഓഫ് ചെയ്തേ, അല്ലെങ്കിൽ ഹൗളിംഗ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ കേട്ടേ സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടോ? അവിടെ പറയുന്ന 12 അപ്പോസ്തലന്മാരുടെ പേരാണ്. ശ്രദ്ധിച്ചു വായിച്ചോ നിങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരാണ്. ഒന്നാമൻ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, രണ്ടാമൻ അന്ത്രയോസ്, മൂന്നാമൻ മതി ഉള്ളു പറയണ്ട, എന്നോടെ ചോദിക്കുക. ഒന്നാമൻ പത്രോസ്, രണ്ടാമൻ, അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ? രണ്ടാമൻ അന്ത്രയോസ് അവിടെ എഴുതിയിട്ടുണ്ടോ? മൂന്നാമൻ എഴുതിയിട്ടുണ്ടോ? രണ്ടാമത് എഴുതിയിരിക്കുന്ന പുള്ളിയാ, പക്ഷെ രണ്ടാമനെന്നുണ്ടോ? ഇല്ല. പക്ഷെ ഒന്നാമനുണ്ട്. 12 പേരടങ്ങുന്ന ഈ ടീമിൽ രണ്ടാമനുമില്ല, മൂന്നാമനുമില്ല, അഞ്ചാമനുമില്ല, പക്ഷെ ഒന്നാമനുണ്ട്. രണ്ടാമനായിരുന്നെങ്കിൽ അവിടെ എഴുതിയാലും രണ്ടാമൻ അന്തോറസ് എഴുതിയില്ല, ഒന്നാമനേ ഉള്ളൂ. അതിനർത്ഥം എന്താ? ഇതിൽ രണ്ടാമനില്ല, പക്ഷെ ഒന്നാമനുണ്ട്. ഇത് വായിച്ച് അന്ന് എനിക്ക് തോന്നിയ അസൂയ. കാരണം ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്റെ പൊന്നു കർത്താവേ, ഈ സംഘത്തിനകത്ത് ഒന്നാമനാക്കാൻ ഇങ്ങേരെയെ കണ്ടോളോ? കാരണം ഇതിനകത്ത് ഒന്നാമനാക്കാൻ കൊള്ളാവുന്ന കക്ഷിയാണോ ഇദ്ദേഹം? എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയാൽ അവിടെ ഇരുന്ന് ഉറങ്ങും. ഒരിടത്തും പ്രാർത്ഥിച്ചിട്ടില്ല. സ്തോത്രം. 2, കർത്താവിനെ ഒന്നിലധികം പ്രാവശ്യം അദ്ദേഹം തള്ളിപ്പറഞ്ഞു. ഞാൻ വിചാരിച്ചു തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ അറിയുന്നില്ലെന്ന് പ്രാഗിക്കൊണ്ട് പറഞ്ഞു, അതൊരബദ്ധം പറ്റിയതാണെന്ന് വിചാരിച്ചു. അങ്ങനെ കർത്താവിന്റെ നോട്ടം വീണപ്പോൾ മഹാപുരോഹിതന്റെ അരമനയുടെ തൂണെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെൺപിള്ളേര് കരയും പോലെ കരഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാനസാന്തരപ്പെട്ടതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ കുറെ നാൾ അങ്ങനെ പ്രസംഗിക്കുകയും ചെയ്തു. പിന്നെ മനസ്സിലായി മാനസാന്തരം അല്ലായിരുന്നു. അതെങ്ങനെ അറിയാം? ഇത് നടന്നതിന്റെ പിറ്റേ ദിവസം ഈ പുള്ളി വേറെ 3-4 പേരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് പടകും. അത് മാനസാന്തരാണെങ്കിൽ ഈ പണി ചെയ്യുമായിരുന്നു. അപ്പോ തക്കം കിട്ടിയാൽ ഇതൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ആ കക്ഷിയാണോ സർവജ്ഞാനിയായ അങ്ങ് ഒന്നാമനാക്കിയത്? ഇനി ആരും ഇല്ലെന്നിരിക്കട്ടെ, ആരെങ്കിലും വേണ്ട എന്റെ പൊന്നുപോനെ, എന്റെ പേരിൽ കിട്ടിയവനെ പിടിച്ചാക്കിയെന്നാണെങ്കിൽ ഇതിനകത്ത് എത്ര നല്ലവരുണ്ട്. യോഹന്നാൻ മോശമാണോ? കർത്താവിന്റെ നെഞ്ചോട് ചാരിയിരുന്നവൻ അല്ല. കർത്താവിന്റെ ഫസ്റ്റ് കസിൻ അല്ലേ? സ്വന്തം സഹോദരി പുത്രൻ, അമ്മയുടെ സഹോദരി പുത്രനല്ലേ? ഒരു ബന്ധുക്കാരനിരിക്കട്ടെ, നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് പോലെ. സ്വന്തമായ ഒരു രക്തബന്ധം ഇരിക്കട്ടെ. എങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സ്വന്തം ഡീസന്റ് ആയിരിക്കട്ടെ. കർത്താവ് കഴിഞ്ഞാൽ പിന്നെ ഈ ടീമിനെ നയിക്കാൻ കസിൻ ബ്രദർ ഇരിക്കട്ടെ. യേശുക്രിസ്തു യോഹന്നാനെ ആക്കിയില്ല, യാക്കോബിനെ ആക്കിയില്ല. പലതിലും പോരായ്മയുണ്ടെങ്കിലും ഇവനെ തന്നെ ഒന്നാമനാക്കി. അതാ ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നേ. നിന്നേക്കാൾ യോഗ്യതയുള്ളവൻ ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ല. നിന്റെ അപ്പന്റെ വീട്ടിൽ നിന്ന്, അമ്മയുടെ വീട്ടിൽ നിന്നും ഈ സത്യം ഗ്രഹിപ്പിക്കാൻ ആദ്യ ഫലമായി നിന്നെ തെരഞ്ഞെടുക്കാൻ നീ അങ്ങ് ഭയങ്കര ഭക്തനായിരുന്നത് കൊണ്ടും നീ വേദപുസ്തകത്തിൽ നിന്ന് എഴുന്നേറ്റ് പോരാതെ വണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ടൊന്നുമല്ല. ഞാൻ എന്നെ കുറിച്ച് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ഭക്തി അനുസരിച്ച് പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരാതെ സ്തോത്രം അതുപോലെ ഭക്തി നോക്കി ജീവിച്ച പലരും ഇന്നും സ്തോത്രം അവിടെ നിൽക്കുമ്പോൾ മഹാദൈവത്തിന്റെ കരുണ കൊണ്ട് വല്ലപ്പോഴും പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോയിട്ടുള്ള, വേദപുസ്തകത്തിന്റെ അച്ചും പുള്ളി അറിയാത്ത എന്നോടൊക്കെ കാണിച്ച കരുണ എത്ര വലുതാണ്, കൃപ എത്ര വലുതാണെന്ന് ഓർക്കുമ്പോൾ പത്രോസിനോട് മാത്രമല്ല എന്റെ ദൈവത്തിന് ഒരുപോലെ കൃപ തോന്നിയാൽ പിന്നെ ദൈവത്തിന് മുമ്പും പുറകിലും നോട്ടമൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉയർത്താനുള്ള കാരണം ഞാൻ വിശദീകരിക്കേണ്ട, കൃപയാണ്. അത് ഇന്ന് രാത്രി ഇതുപോലത്തെ യോഗത്തിനകത്തെല്ലാം ഈ കൃപ ധാരാളമായി പകരപ്പെടുന്നുണ്ട്. സ്തോത്രം. അത് ഒരു നാടിനോടുള്ള ദൈവത്തിന്റെ കടാക്ഷമാണ്. ഒരു യോഗം നടത്താനൊക്കെ ഒരാളെ ഈ നാട്ടിൽ പാർപ്പിക്കുക എന്ന് പറയുന്നേ.
സ്തോത്ര ഹല്ലേലൂയ. അല്ലെ, മഴയാണെങ്കിലും വെയിലാണെങ്കിലും കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്തോത്ര ഹല്ലേലൂയ. ഇങ്ങനെ ചെറിയ ചെലവൊക്കെയാണ് നമുക്കറിയാം, യോഗം നടത്തിയിട്ടുള്ളവർക്കറിയാം. സ്തോത്രം, ചെലവിനേക്കാൾ അധികം ഒരു യോഗം നടത്തി അവസാനിപ്പിക്കാൻ അസാധാരണ ടെൻഷനാണ്. സ്തോത്രം, ടെൻഷനാ. എന്നോട്, ഞാൻ ഒരുപാട് പ്രസംഗിക്കാൻ ഒത്തിരി യോഗം നടന്നയാള്. എന്നോട് എൻ്റെ സഹോദരന്മാർ പലരും പറഞ്ഞു, ഈ ഏപ്രിൽ മാസത്തിൽ നമുക്കൊരു 7 ദിവസം യോഗം വെക്കാൻ പാസ്റ്റേന്ന്. യോഗം വെക്കുന്ന എനിക്ക് ഇഷ്ടമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ 7 ദിവസത്തെ യോഗം വെച്ച് അത് വിജയിപ്പിച്ച് ആൾക്കാരൊക്കെ വരുത്തി അങ്ങനെ ഒരു യോഗം നന്നായി ഒരു ടെൻഷനാണ് ശരിക്കും യോഗം വെക്കുന്നവർക്ക്. ഒരു കൺവെൻഷനൊക്കെ വെക്കുമ്പോഴേക്കും അന്ന് ഒരിക്കലും ഇല്ലാത്ത മഴ പെയ്യും. അന്ന് നമുക്ക് അസാധാരണ BP കൂടും. സ്തോത്രം. പിന്നെ നമ്മൾ വിചാരിച്ചോണ്ട് നമ്മുടെ ചർച്ചിലെ ആൾക്കാർ പോലും ചിലപ്പോൾ നമ്മൾ സ്തോത്രം വലിയ പ്രതീക്ഷയോടുകൂടെ കസേര മേടിച്ചിടും. അന്നത്തെ ദിവസം ചർച്ചിലെ ആൾക്കാർ പോലും വിരുന്നിന് പോകും. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ പച്ചയ്ക്ക് കാര്യം പറയാം, നമുക്കങ്ങ് പിരിമുറുക്കവും ഒരു ഇതൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ നടത്തി ജയിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു കൃപയാണ്. ഈ മുൻനിരയിൽ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ ഓർത്ത് ചുമ്മാ കുറ്റം മാത്രം പറയരുത്. ഒരു കാര്യമൊക്കെ നടത്തിയെടുക്കാൻ അവരനുഭവിക്കുന്ന കാശുണ്ടെങ്കിലും ഇത് നടത്തണ്ടേ? അപ്പൊ ദൈവസന്നിധിയിൽ ഒരു നാടിനോട് കാണിക്കുന്ന കൃപയാണ്. സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം ഒരുമിച്ച് കൂടുക, പ്രാർത്ഥിക്കുന്നവരെ അവിടെ വരുത്തുക, വചനം പ്രഘോഷിക്കുക, ആത്മസാന്നിധ്യം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ആരോടൊക്കെയോ ഉള്ള ദൈവത്തിന്റെ കൃപയാണ്. ഈ 2-3 ദിവസം അസാധാരണ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് രാത്രികാലം പറയാം, ഈ കൈക്ക് ദൈവത്തിന്റെ കൃപയെ കയറി പിടിച്ചോളണം. കർത്താവേ, ഇനി ഞങ്ങളുടെ ഒരു ബാക്കിയൊന്നുമില്ല, ഇനി പോകാൻ ആസ്പത്രിയില്ല, ഇനി പറയാൻ ആരോട് ഒത്തിരി കാര്യങ്ങൾ നോക്കി. ഇന്ന് കേൾക്കുന്ന വചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരല്പം കൃപ തരണം. ആ പത്രോസിന് കൊടുത്തതുപോലെ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാരേക്കാളും പുറകിലായി. എനിക്കൊരു കല്യാണത്തിന് പോലും പോകാൻ പറ്റില്ല, ആളുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല, എന്റെ ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും ഇടയിൽ എനിക്ക് പോകാൻ നാണക്കേടായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ദൈവം കൃപ തന്നാൽ. ആരാത് കേൾക്കുന്നത്? ആരോടാ ദൈവം ഇത് പറയുന്നത്? ഞാൻ നിനക്ക് കൃപ തരാം, ഞാൻ നിനക്ക് കൃപ തരാം. നീ വീണടത്തുനിന്ന് എഴുന്നേക്കാൻ, നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ, നിന്റെ മുഖത്തെ ലജ്ജ മാറാൻ എന്റെ ദൈവത്തിന്റെ കൃപ തരാം.